Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തട്ടിൽ കുട്ടി ദോശയാണ്. ഈ പേര് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമയിലാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഗാർലിക് ചട്നിയാണെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കറിയായിട്ടൊന്നും പരീക്ഷിക്കേണ്ട, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് ഇഡ്ലി റൈസും 1 കപ്പ് ഉഴുന്നും 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ല സ്മൂത്ത് ബാറ്ററായി അരച്ചെടുത്തു. അതൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ മാവ് നല്ല പുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ആവശ്യത്തിനുള്ള മാവ് മാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് റിക്വയർഡ് കൺസിസ്റ്റൻസി എത്തുന്നവരേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചായിട്ട് ചേർക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവിൻ്റെ കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇഡ്ലിയുടെയും ദോശയുടെയും നടുക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ഗ്രിഡിലാണ് ഉപയോഗിക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ദോശത്തട്ടാണെങ്കിൽ അങ്ങനെയായാലും മതി. അപ്പോൾ അത് ഞാൻ ആദ്യം നല്ല ഹൈ ഹീറ്റിൽ ചൂടാക്കി. ഇതിലിപ്പോൾ ഞാൻ എണ്ണ തടവണില്ല, കാരണം നോൺ സ്റ്റിക്ക് ആയ കാരണം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നോൺ സ്റ്റിക്ക് അല്ലാത്ത ദോശക്കല്ലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, തട്ടിൽ കുട്ടി ദോശയെ നമ്മൾ സ്പ്രെഡ് ചെയ്യില്ല. അത് മിക്കവർക്കും അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഒരു കയ്യിലെടുത്ത് ഒഴിച്ചു കൊടുത്തു, അതവിടെ അങ്ങനെ ഇരുന്നിട്ട് വേവാണ് വേണ്ടത്. അപ്പോൾ ഇത് തിരിച്ചിടുന്നതിന് മുന്നേയായിട്ട് ഒരു ഭാഗം വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം തീയൊന്ന് ചെറുതാക്കുക, ഒരു മീഡിയത്തിലേക്ക് കുറയ്ക്കുക, എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇലക്ട്രിക് ഗ്രിഡിലായ കാരണം ഇതിൻ്റെ ചൂടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ റെഗുലർ ദോശത്തട്ടിൻ്റെ അത്ര അങ്ങോട്ട് ചൂടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിട്ട് മീഡിയത്തിലേക്ക് ആക്കിയത്. ഇപ്പോൾ റെഗുലർ ദോശത്തട്ടാണെങ്കിൽ നിങ്ങൾ തീ അതിനനുസരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിലാവുമ്പോൾ എല്ലാം കൂടി ഇതുപോലെ ഒരുമിച്ച് ഉണ്ടാക്കാമെന്നുള്ളൊരു സൗകര്യം ഉണ്ടെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ തട്ടിൽ കുട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രോസസ്സ് ആദ്യം റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഗാർലിക് ചട്നിയാണ് യൂസ് ചെയ്യുന്നത്. റെഡ് അല്ലെങ്കിൽ വൈറ്റ് 2 തരം ഗാർലിക് ചട്നി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് വേണമെച്ചാലും ഉപയോഗിക്കാം. റെഡിന് കുറച്ച് എരിവ് കൂടുതലായിരിക്കും, മറ്റേതിന് കുറച്ച് കുറവായിരിക്കും. രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായ ഗാർലിക് ചട്നി വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.